ഞാൻ അനൂരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വ്യക്തിത്വ വൈകല്യം എന്ന് മലയാളത്തിൽ പറയും. ഇതിനെ സോഷ്യോപതി എന്നും കൂടി വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു വ്യക്തി സ്ഥിരമായിട്ട് ശരിയും തെറ്റും പരിഗണിക്കാതെ മറ്റുള്ളവരുടെ അവകാശങ്ങളെയും വികാരങ്ങളെയും അവഗണിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സാമൂഹ്യ വ്യക്തിത്വ വൈകല്യമുള്ള ആളുകൾ മറ്റുള്ളവരുമായിട്ട് മനഃപൂർവ്വം മറ്റുള്ളവരുമായി ദേഷ്യം പിടിപ്പിക്കുകയും അതുപോലെ അസ്വസ്ഥരാക്കുകയും മറ്റുള്ളവരോട് ഭയങ്കര പരുഷമായിട്ട് പെരുമാറുകയും ക്രൂരമായിട്ട് അല്ലെങ്കിൽ നിസ്സംഗതയോടെ പെരുമാറുകയും കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഇവർക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സാഹചര്യം മനസ്സിലാക്കാനോ സമൂഹത്തിൽ എവിടെയാണ് നിൽക്കുന്നത്, ഞാനിങ്ങനെ പെരുമാറിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അത് എത്രമാത്രം എൻ്റെ കുടുംബത്തെയും അല്ലെങ്കിൽ എന്നെയും ബാധിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പശ്ചാത്താപം എന്നൊരു അവസ്ഥയില്ല. പശ്ചാത്താപിക്കുന്ന ഒരു രീതിയെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് വളരെ കുറവായിരിക്കും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എപ്പോഴും സമൂഹത്തിലെ റൂൾസും റെഗുലേഷൻസും പാലിക്കാനോ അല്ലെങ്കിൽ ടൈം കറക്റ്റായിട്ട് പാലിക്കാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ സാമൂഹ്യ വിരുദ്ധ വൈകല്യമുള്ള ആളുകൾ പലപ്പോഴും നിയമങ്ങളും അതുപോലെ തന്നെ ചട്ടങ്ങളൊക്കെ ലംഘിച്ച് കുറ്റവാളികളായിട്ട് മാറപ്പെടുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ന് തന്നെ ജോലിയിലും അല്ലെങ്കിൽ സ്കൂളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ സമൂഹത്തിലും ഫാമിലിയിലും ഒക്കെ എന്നും വളരെയേറെ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ സാമൂഹ്യ വിരുദ്ധ വൈകല്യം എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അവനവനെ തന്നെയല്ല, അത് കുടുംബത്തെയും അതുപോലെ തന്നെ സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും ഒരു വ്യക്തിക്കായിരിക്കും ഇത് ഉണ്ടാകുന്നത്, പക്ഷെ ആ വ്യക്തി മൂലം എന്നും പ്രശ്നങ്ങളായിരിക്കും. സമൂഹത്തിൽ തന്നെയല്ല, കുടുംബത്തിനും അതുപോലെ തന്നെ എവിടെയും ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഒക്കെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് ഒരിക്കലും റൂൾസും റെഗുലേഷൻസും പാലിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരുടെ ചിന്തയെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ശരിയും തെറ്റും മനസ്സിലാക്കി പ്രവർത്തിക്കാനോ സാധിക്കത്തില്ല. പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് നുണ പറയാനും അത് പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. പിന്നെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക, അതുപോലെ തന്നെ കട്ടെടുക്കുന്ന ഒരു സ്വഭാവം, നുണ പറയുന്ന ഒരു സ്വഭാവം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവനവൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവർ കൈകാര്യം ചെയ്ത് വെച്ചോളും. നുണ പറഞ്ഞിട്ടാണെങ്കിലോ ഉപദ്രവിച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ കട്ടെടുത്തിട്ടാണെങ്കിലോ ഒക്കെ അവരുടെ കാര്യങ്ങൾ നേടിയിരിക്കും. ഭയങ്കര ഒരു ഇതായിരിക്കും, എപ്പോഴും സെൽഫിഷ് മനോഭാവത്തോട് അവനവൻ്റെ കാര്യങ്ങൾ മാത്രം, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് കറക്റ്റ്, ഞാൻ പറയുന്നത് മാത്രമായിരിക്കും ശരി എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും മിക്കവാറും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ. പിന്നെ കൂടാതെ തന്നെ ഇവർക്ക് ഞാൻ പറഞ്ഞില്ല, അവരെ തന്നെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഒന്നും യാതൊരു മടിയും കാണില്ല. അവർക്ക് വിചാരിച്ചത് എന്താണോ അത് നേടിയെടുക്കുന്നതോളം വരെ പ്രശ്നങ്ങളായിരിക്കും, കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 15 വയസ്സിന് മുന്നേ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് മാറാം അവരുടെ വൈകല്യം. പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും, സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കും, അതുപോലെ നുണ പറയാനും ഒന്നും മടി കാണിക്കത്തില്ല, കട്ടെടുക്കാനും മടി കാണിക്കത്തില്ല, കട്ടെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. പിന്നെ റൂൾസും റെഗുലേഷൻസും മാനിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു സാമൂഹിക വൈകല്യം ഒരു ജീവിത അവസാനം വരെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു വൈകല്യമാണെങ്കിൽ പോലും ഇവരുടെ ജീവിത രീതി മൂലം ഇവർക്ക് ക്രിമിനലായിട്ടുള്ള സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ പരിക്കും, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ക്ഷമത കുറയുന്നത് കൊണ്ട്, ആരോഗ്യം കുറയുന്നത് കൊണ്ട് പ്രായമാകുമ്പോഴത്തേക്കും ചില ആളുകളിൽ ഇത് മാറ്റം സംഭവിക്കാറുമുണ്ട്. അപ്പം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ശരിക്കും പറഞ്ഞാൽ വളരെയേറെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സമൂഹത്തിലും ഫാമിലിയിലും ഇവരെവിടെ പോകുന്നു അവിടെയൊക്കെ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് കാരണം ജനറ്റിക്കലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും അച്ഛനോ അമ്മാവനോ അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധത്തിൽ വരുന്ന ആളുകൾ, രക്തബന്ധത്തിൽ വരുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ചൈൽഡ്ഹുഡിലെ തന്നെ കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ടെങ്കിൽ,
കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ ഒരു ലക്ഷണമാണ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങൾ എടുത്തെറിയുക, സ്കൂളിൽ റൂൾസ് റെഗുലേഷൻസും പാലിക്കാതെ എഴുന്നേറ്റ് നടക്കുക, അതുപോലെ മറ്റുള്ള കുട്ടികളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, അതുപോലെ തന്നെ ആനിമൽസിനെയും ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ചെറുപ്പത്തിലെ പാറ്റയും പല്ലിയെയും പൂച്ചയൊക്കെ എറിഞ്ഞ് ഓടിക്കുകയും അത് കണ്ട് ചിരിച്ച് കൈകൊട്ടി സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള അത് കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവരെ സമൂഹത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തി നെഗ്ലക്റ്റ് ചെയ്ത് നിർത്തി കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിലുള്ള ആൾക്കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപഴകാനും, പിന്നെ പ്രത്യേകിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ കൂടുതലും മുതിർന്ന ആളുകളുമായിട്ട് ഇടപെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ കുട്ടികൾ ചെന്ന് എത്തിപ്പെടുന്നത് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ അടുത്താണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ട് മാറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെ നമ്മളുടെ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അവരുടെ സ്വഭാവം നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക അല്ലേ ചെയ്യുന്നത്. ഇവരുടെ ഒരാളുടെ ക്യാരക്ടർ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, വീട്ടിലൊക്കെ ഒത്തിരി നെഗ്ലക്റ്റ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ അബ്യൂസ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുക, എന്ത് വഴക്കുണ്ടാക്കിയാലും അത് മറ്റുള്ളവർ അറിയരുത്, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാതെ ഒച്ച വെക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കൊടുക്കുന്ന നേച്ചറൊക്കെ ആണെങ്കിൽ പോകെ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകി ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മസ്തിഷ്കത്തിലെ ചില ജീനുകളുടെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ക്ഷമത കൊണ്ടും ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലെ കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഫാമിലി, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഏതെങ്കിലും വ്യക്തികൾക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ഉള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള വീട്ടിലുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. അപ്പം കുട്ടിക്കാലത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കുകയാണെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കോംപ്ലിക്കേഷൻ അതൊക്കെയാണ്. പെട്ടെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും പ്രശ്നങ്ങളായതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ജയിലും കേസുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കാനും അതുപോലെ തന്നെ കൊല്ലാനൊന്നും മടി കാണിക്കത്തില്ല. എന്നും ഫിനാൻഷ്യലായിട്ടും അതുപോലെ പഠന സംബന്ധമായിട്ടും പഠിക്കാനൊന്നും പഠനമൊക്കെ മുന്നോട്ട് പോകാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പത്തിൽ ശ്രദ്ധിക്കണം, കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതലും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ചിലപ്പം വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കൊക്കെ കാരണമായി എങ്ങും സമൂഹത്തിലെങ്ങും എത്തപ്പെടാതെ എല്ലാവരും തള്ളപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വിഷാദവും ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ കൂടി സ്ട്രെസ്സൊക്കെ കൂടി മാനസിക നില വഷളാകാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ കൂടുതലും അക്രമാസക്തരാകുകയും ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ മരണമോ ഒക്കെ സംഭവിക്കാനുള്ള, ചെറുപ്പത്തിൽ തന്നെ മരിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഏതും ഒരു വ്യക്തി ആരും അംഗീകരിച്ചു തരില്ല. അതുള്ള വ്യക്തികൾ സ്വാഭാവികമായിട്ടും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിലും അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിലും ഒക്കെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള ആളുകൾ ഒരിക്കലും അവർ സമ്മതിച്ചു തരില്ല തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുതന്നെയാണ് ഇത് ട്രീറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാലും ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം, ട്രീറ്റ്മെൻറ്റിൻ്റെ സൈക്കാട്രിസ്റ്റും അതുപോലെ ഫിസിഷ്യനും കൗൺസിലറും സൈക്കോളജിസ്റ്റും എല്ലാം കൂടെ ചേർന്ന് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു പരിധിവരെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇവർക്ക് എത്രമാത്രം മദ്യവും മയക്കുമരുന്നും ഇവരുടെ ശരീരത്തിൽ എത്രമാത്രം ഡേഞ്ചറായിട്ടുണ്ട്, എത്രമാത്രം വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ എങ്ങനെയാണ്, വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടോ, അല്ലെങ്കിൽ ആന്തരികാവയവങ്ങളെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിൽ ചതവുകളും അതുപോലെ ഡാമേജസ് ഒക്കെ എത്രമാത്രം ഉണ്ട് എന്ന് നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി അതോടൊപ്പം ടോക്കിംഗ് തെറാപ്പി വളരെ ഗുണപ്രദമാണ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഇത് സാധിച്ചെന്ന് വരില്ല, ഫലപ്രദമായെന്ന് വരില്ല. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ടോക്കിംഗ് തെറാപ്പിയും സൈക്കോതെറാപ്പി അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ
ഇവരുടെ ഈ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ തോട്ട്സ് കറക്റ്റായിട്ട് പോസിറ്റീവ് തലത്തിലേക്ക് മാറ്റിയെടുക്കാനും ഒക്കെ സാധിക്കും. പിന്നെ കൂടാതെ തന്നെ ഫാമിലി തെറാപ്പി എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ളവർ ഇവരുമായിട്ട് എങ്ങനെ യോജിച്ച് പോകാം, ഇവരുടെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും കുടുംബാന്തരീക്ഷം നന്നാക്കിയെടുക്കാനും പിന്നെ സാമ്പത്തികമായിട്ടും ഒക്കെ ഇവരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കോണ്ടാക്ട് ഡിസോർഡറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ വാശിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥയിലേക്കൊക്കെ മക്കൾ മാറ്റപ്പെടാം. അപ്പോൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ കുടുംബത്തിനെയും സമൂഹത്തെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു വ്യക്തിക്ക് മാത്രമല്ല, അയാൾക്ക് ചുറ്റും സറൗണ്ടിങ്സിൽ നിൽക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരിക. അതോടൊപ്പം സൈക്കോതെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ടോക്കിംഗ് തെറാപ്പി, ഫാമിലി തെറാപ്പി ഒക്കെ കൊടുത്ത് നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ഫലപ്രദമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.